Hallelujah. Glory to God. പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെയും ഇരുന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഭവനങ്ങളിൽ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് എല്ലാവർക്കും തന്ന കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ ഞാൻ വാഴ്ത്തുകയാണ്. Praise the Lord. Hallelujah. God is good. Thank you, Joyce. ഇന്ന് രാത്രികാലം സന്ധ്യാസമയത്ത് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇങ്ങനെ ഒരു അവസരം ദൈവമായ കർത്താവ് ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 4 ദിവസവും നിങ്ങളുടെ കൂടെ പ്രത്യക്ഷമല്ലായിരുന്നെങ്കിലും മറഞ്ഞിരുന്ന് ഞാനെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സന്ദീപ് ചോദിച്ചു, ഇതാരായത്? SAPC എന്നൊരു പേര് കണ്ടിട്ടില്ല. SAPC എന്ന് പറഞ്ഞാൽ സാൻ ആന്റോണിയോ പെന്റിക്കോസ്റ്റൽ ചർച്ചിനേ ഉള്ളൂ. ഞങ്ങളുടെ ചർച്ചിൻ്റെ സൂം ആയതുകൊണ്ടാണ് ഞാൻ അതിൽ കൂടെ ലൈനിൽ വന്നത് എന്നേ ഉള്ളൂ. എൻ്റെ വൈഫ് ജെസി ലൈനിലുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഇന്നലെ പാട്ട് പാടിക്കൊണ്ടിരുന്ന സഹോദരൻ ആരാണെന്ന് ഞാൻ നോക്കി, ഇപ്പം മനസ്സിലായി മോൻസിയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഓൾറൈറ്റ്, നമുക്ക് ഇന്ന് സന്ധ്യാസമയത്ത് ലഭിച്ച സമയം ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. ആ ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് പകൽക്കാലം ഈ സന്ധ്യാസമയത്ത് നമുക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം കൂടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാനായിട്ട് നമുക്ക് സമയമെടുക്കാം. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം നമ്മളാരും ഭവനങ്ങളിൽ മൗനമായിട്ട് നമ്മൾ ഇരിക്കുന്നേ ഒക്കത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് ഓൺ സൂം നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും പ്രാർത്ഥനയോടുകൂടി ഇരുന്നാൽ ഇന്ന് സന്ധ്യാസമയത്ത് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ള ദൈവിക ആലോചന നമ്മളോട് അരുളി ചെയ്യും. ഐ ബിലീവ് ദ ചിൽഡ്രൻ ആർ ഓൺ ദ ലൈൻ ടു. So for the sake of the children, I will be also ministering mostly in English. So I will ask the parents to call the children if they are not near to come together. So we can impart from the word of God together this evening and receive the blessings from the Lord. Father God, this evening we thank you, Lord, for your mercies. We thank you for your kindness, O God. Lord, we humble ourselves this evening one more time. We are nothing. But Father, we know that you can do everything. Nothing is impossible with you. As your people have been meditating throughout the last week, O God, we know that our God is a God of impossibilities. Because your word says there is nothing impossible with you. And this evening, once again, we have the assurance from you that there are times when we thought that there are things that was not possible, but Lord, throughout our life, you have taught us that, God, you have shown us from time to time that it's not what we think, but what you have planned for us, oh God, that is going to happen in our life. And this evening, for that, we want to give you all the glory and honor. Father, as we go into your word this evening, I pray that the ministering of the word of God will be a blessing to every person that is listening under my voice, oh God. We want to give you all the glory, the honor, and the praise. We thank you for all the blessings. In Jesus' name I pray. Amen. Praise the Lord. Hallelujah. ദൈവസഭയിൽ അനേക വർഷം ശുശ്രൂഷിപ്പാനുള്ള അവസരം കർത്താവ് നൽകി. എന്നാൽ ദൈവസഭ ഇത്രത്തോളം വളർച്ച പ്രാപിച്ചു എന്ന് അറിയുന്നതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പഴയ കുടുംബങ്ങളുമായിട്ടൊക്കെയും മിക്കവാറും എല്ലാവരുമായിട്ടൊക്കെയും ബന്ധം ഇപ്പോഴും കീപ്പ് ചെയ്യുവാനായിട്ട് ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സന്ധ്യാസമയത്ത് നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാൻ തന്ന ഒരു ചെറിയ ആലോചനയുണ്ട്. അതിന് സന്ധ്യാസമയത്ത് നിങ്ങളുടെ മുൻപിൽ പങ്കുവെച്ചിട്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് സമയമെടുക്കാം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം we were hearing about the God of impossibilities. Praise God. Amen. മറിയോട് കർത്താവിൻ്റെ ദൂതൻ വന്ന് പറഞ്ഞ ഒരു സന്ദേശത്തെ ആസ്പദമാക്കിയാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നാം തിരുവചനം ചിന്തിച്ചത്. As I was listening to all the preaching and all the ministering of the word of God, there was one thing that was very clear and it is very obvious for all of us, is that we never doubt that our God is not able. Our God is able more than what we can imagine, what we can think.
Praise God. Or even more than what we can even ask. Glory to God. So as I was praying about the word that God wanted to put in my heart, God brought this portion to my heart this evening. I want to impart that to you. And I want to encourage you, children of God, because we are His children. God has given us the power this evening to make things possible in our life. There are dreams that we all have. There are goals that we have. There are many things that we plan for our future. Praise God. And sometimes we come to a point where we feel that we have hit a wall. We have come to the end of the road. We don't see an answer to our prayer. But this evening, I want to encourage you. Praise God. Hallelujah. The God who is all powerful, the God who is almighty, the God who is omnipotent, the God who is omniscient, which means He knows everything. Praise God. There is nothing hidden with Him. Praise God. He is a God who wants to see that His people, His church, praise God, His children receive that similar anointing that was in Him. Praise God. Hallelujah. So we can be the recipients of the same power. Amen. Hallelujah. That was in Jesus Christ. Now, in the Old Testament, the saints of God always saw God as the God of creation. The God of creation. So He was always He was addressed as God who created the heaven and the earth. Now, throughout the prayers in the Old Testament and the Psalms which we read, Psalms number 19, the heavens declare the glory of God. So in creation, they saw that God is the Almighty God. Now in Jeremiah chapter number 32, we see that God says, I am the God that created the heaven and the earth. Is there anything hard for me? Praise God. Is there anything hard for me? എനിക്ക് കഴിയാത്ത വല്ലോ കാര്യമുണ്ടോ? Praise God. എന്ന് ദൈവം ചോദിക്കുകയാണ്. It is not an sentence of a doubt. ദൈവത്തിന് കഴിയുമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. നിന്നാൽ സകലവും കഴിയുമെന്ന് പ്രൈസ് ഗോഡ് ഞാൻ അറിയുന്നു. Everything is possible with you. I know. ഭക്തന്മാർ അങ്ങനെ പാടിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാസമയത്ത് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം. എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം. The book of Ephesians, chapter number 30 is what I want to minister to you this evening, praise God. And I want to read from verse number 20 and 21 for our meditation this evening, praise God. Chapter number 3 of Ephesians 20 and 21. Now unto Him that is able to do exceedingly abundantly above all. Amen. Above all. Wow. Praise God. Hallelujah. Think about it for a moment. Think about it for a moment. ദൈവത്തെക്കുറിച്ച് പറയുന്നത്, there it speaks about God. God is able. Amen. ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് പൗലോസ് ലീഗ പറയുന്നത്. And secondly, you see, to do. കഴിയുന്നു എന്ന് മാത്രമല്ല, it shows his willingness to act. Praise God. Hallelujah. ദൈവത്തിന് കഴിയുമെന്ന് പറയുന്നത് ഒരു കാര്യമാണ്. Praise God. ദൈവത്തിന് ശക്തിയുണ്ടെന്ന് പറയുന്നത് ഒരു കാര്യമാണ്. ദൈവം സ്നേഹമാണെന്ന് പറയുന്നത്, it's one thing. But when the word of God says, praise God, hallelujah, that He is able to do, praise God, hallelujah. Not only that He will be able to do, but the word of God in that prayer, praise God, this is the declaration
or the doxology that Paul wants to emphasize through this prayer. Praise God, amen, hallelujah. See, verse number 20 and 21 is the conclusion of two very powerful prayer that Paul is praying on behalf of Ephesians, or the children of God. In chapter number 1, verse number 14, he prays that the eyes of your understanding might be illuminated. Praise the Lord. I'm a very interactive person. I'm not very familiar with this kind of Zooming. Thank God, by God's grace, in the United States, we opened up our church, like at least, it's an year now, last June. By faith, we were able to open up our churches. So I'm a very interactive person. And if there's some young people who are listening to me, praise God, amen. And if you want to interact with me on chat, you're welcome to do that. Praise God, amen. Hallelujah. That will give me more strength, that I know that the word is being received. Glory to God. Hallelujah. Now I said, in Ephesians chapter number 1 and verse number 14, amen. I have to read this, amen. Praise God. Amen. Glory to God. Amen. No, let me go a little more further. Praise God. Amen. Hallelujah. Verse number 18, brother. Verse number 18. He prays that the eyes of our understanding might be being enlightened, that you may know. Praise God. Amen. Hallelujah. The eyes of our understanding. നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യണം? പ്രകാശിക്കണം. That our eyes might be enlightened, that our understanding might be enlightened. Praise God. I mean, പൗലോസ് അത് പറയുന്നതിന്റെ ഒരു കാര്യമുണ്ട്. Praise God. Literally, we might all have our own sight or our own organs to see the things. But in fact, we should know, praise God, Jesus Christ, when he was ministering, the disciples came to him and asked him a question. And the question was, why do you teach these people in parables? Praise God. And this is what Jesus said. You have eyes, but you don't see. You have ears, you don't hear. So everybody that has an eye doesn't see. Everybody that has an ear, that doesn't hear. Praise God. What is God trying to say? So when it comes to the kingdom of God, when it comes to the spiritual world, amen, the prince of this earth, the prince of this universe has blinded the eyes of unbelievers. Praise God. അവിശ്വാസികളുടെ കണ്ണിനെ പിശാച് എന്ത് ചെയ്തു? കുരുടാക്കി കളഞ്ഞു. So that the revelation of the gospel of Jesus Christ might not be revealed. Praise God. Amen. Hallelujah. And because we are enlightened, amen. Hallelujah, we should have this hope. Praise God. നമുക്ക് ആവശ്യമായിരിക്കുന്നത് പ്രത്യാശയാണ്. എന്തിലുള്ള പ്രത്യാശയാണ്? Hope in what? Praise God. Hope about your calling. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പറയേണ്ട മക്കളെ, ഇതൊക്കെ ദിവസങ്ങൾ എടുത്ത് പഠിക്കേണ്ട ഒരു വിഷയമാണെങ്കിലും I'm just going very quickly into the message. Praise God. Amen. Hallelujah. നമ്മുടെ കണ്ണുകൾ തുറക്കണം. എന്തിനാ? എന്നെ ദൈവം വിളിച്ചതാ. Praise God. God has called me. വിളിയെക്കുറിച്ച് പറഞ്ഞാൽ, there is so much to say about it, but I don't want to go into that. Praise God. Amen. നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരുണ്ടായിട്ടും there are many who are more richer than us, more worthier than us, more qualified than us, more worldly wise, they are rich in everything. But God called the base things of this earth to put to shame, amen, ലോകത്തെ നാണം കെടുത്തുവാൻ, ലജ്ജിപ്പിക്കുവാൻ,
ബോഷത്വമായതിനെ, he chose the foolish. 1 Corinthians chapter number 1, praise God. He chose the base, the foolish of the world to bring to shame, praise God, I mean, the wise in this world. ലോകത്തിൽ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബോഷത്വമായതിനെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ. നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. You and I have nothing to boast, but the only thing we can boast tonight is at the cross of Jesus Christ. ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമ ഭക്തന്മാർ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തെക്കുറിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ ഡിക്ലെയർ ചെയ്യുവാനായിട്ട് അവര് ആഗ്രഹിക്കുമ്പോൾ, ദൈവം ആരെന്നുള്ളത് അവര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, സൃഷ്ടാവാം ദൈവമേ, പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞ്, പ്രൈസ് ഗോഡ്, ഐ മീൻ ഗോഡ് ഓഫ് ക്രിയേഷൻ. പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, yes, we do believe in the creation ആണ്, പ്രൈസ് ഗോഡ്, ഐ മീൻ, ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തുവിൽ കൂടെയുള്ള ആ പുതിയ സൃഷ്ടിയാണ്, പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ, നാം എന്നുള്ള ആ തിരിച്ചറിവും നമ്മളെ ദൈവം മക്കളാക്കി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലുമാണ്, പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ, നാം ദൈവത്തെ സമീപിക്കുന്നത്. We approach God, we appeal to God, knowing that we are the children of God. Now, not only are we the children of God, hallelujah, we have been adopted into the household of God. നമ്മെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് നമ്മളെ എന്ത് ചെയ്തു? ദത്തെടുത്തിരിക്കുക. നമ്മളെ തെരഞ്ഞെടുത്ത് ദൈവ ഭവനത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. അതിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, ദൈവത്തിന്റെ പ്രവൃത്തി അതിൽ മാത്രം ഒതുങ്ങിയില്ല. പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ. വാഗ്ദത്തത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം ദാനമായിട്ട് തന്നു. Praise God. He gave us the Spirit of God. Hallelujah. എന്നിട്ട് നമ്മളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ്. Hallelujah. Amen. The Spirit that raised Jesus from the dead. Hallelujah. അതിന് ഒരു ആമീൻ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അപ്പൊ എന്നിൽ വസിക്കുന്ന ഈ ആത്മാവ് എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെട്ടപ്പോൾ വേർപാടുകാർ വിശ്വസിക്കുന്നത് പോലെ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി എന്നെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ വേണ്ടി മാത്രം, ആമേൻ, ഹല്ലേലൂയ, വന്ന ആത്മാവല്ല. വന്നിട്ട് പിന്നെ ഇനി സ്വർഗത്തിൽ വെച്ച് കണ്ടോളാം മോനെ എന്ന് പറഞ്ഞ് നമ്മളെ മുദ്ര ഇട്ടേച്ച് പോകുന്നതല്ല പരിശുദ്ധാത്മാവ്. ഈ തിരുവചനം പഠിച്ച് നമ്മൾ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Praise God. There's one thing that is very relevant, very a truthful thing that we should know. Praise God, amen. He has given us that exceeding, praise God, amen, hallelujah. And praise God, amen. Let me read that. He has given us exceedingly abundantly above all that we can ask, according to the power. Somebody type power. അല്ലൊന്ന് ടൈപ്പ് ചെയ്തേ, പവർ എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. ഹല്ലേലൂയ. നിങ്ങളുടെ കരങ്ങളൊക്കെ ഒന്ന് ചലിക്കട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ, ഒരു പവർ എന്നൊന്ന് പറഞ്ഞാട്ടെ, ശക്തി എന്നൊന്ന് പറഞ്ഞാട്ടെ. ഓ, രക്തത്താൽ ജയമെടുക്കാൻ. There is power. God is telling, praise God, I mean, God has given you, praise God, a measure of power. Praise God. ദൈവം നമുക്ക് ശക്തി തന്നിട്ടുണ്ട്. അവന്റെ ദിവ്യ ശക്തി എന്ന പത്രോസ്, his divine power, glory to God, has given everything for us for this life. ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും ദൈവം നമുക്ക് എന്ത് ചെയ്തു? ദാനമായിട്ട് തന്നു. ബൈ ഹിസ് ഡിവൈൻ പവർ. ഒന്ന് പറഞ്ഞാട്ടെ, ഡിവൈൻ പവർ എന്നാണ് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്വർഗീയമായിരിക്കുന്ന ശക്തി അവൻ നമുക്ക് തന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് അസാധ്യമായത് ചെയ്യുവാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതും, അത് ചെയ്യുന്നത് ക്രിസ്തുവേശുവിലും അവന്റെ സഭയിൽ കൂടെയും, പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ, നമ്മളിൽ കൂടെ അവന് മഹത്വം വരത്തക്കണം. ടു ബ്രിങ് ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇതൊക്കെ വളരെ അർത്ഥവത്തമായിരിക്കുന്ന വാക്യങ്ങളാണ്, വചനമാണ് ദൈവമക്കളെ.
Praise God, amen, hallelujah. എന്റെ മഹത്വത്തിനോ നമ്മുടെ മഹത്വത്തിനോ അല്ല ദൈവം എന്തെങ്കിലും ചെയ്യുന്നത്. ദൈവം എന്തെങ്കിലും ചെയ്യുന്നത് അവന്റെ നാമം മഹത്വപ്പെടണം. പ്രൈസ് ഗോഡ്. നമ്മളൊക്കെയും പ്രാർത്ഥിക്കുന്നുണ്ട്. We all like to pray, but very quickly we want to say amen to that. Hallelujah. Once we put out our list, praise God, ഇന്ന വിഷയങ്ങൾ 1 2 3 4 നമ്മൾ പ്രാർത്ഥിച്ച് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? ആമീൻ പറയും. But when Jesus taught us to pray, hallelujah, glory to God, അവസാനം ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത്, to him belongs the glory, to him belongs the kingdom, hallelujah, രാജ്യവും മഹത്വവും ദൈവത്തിന്. സ്വതന്ത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിലും നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന പ്രാർത്ഥനയിലും നമ്മുടെ ജീവിതത്തിലും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനാണ്. God is powerful. He can do mighty things on our behalf. But many times, hallelujah, നമ്മുടെ ചെറിയ മനസ്സുകൊണ്ട് നമുക്ക് ചില നിരൂപണങ്ങളുണ്ട്, നമുക്ക് ചില ചിന്തകളുണ്ട്, നമ്മുടേതായിരിക്കുന്ന ചില there are imaginations that we have, there are thoughts that rule our hearts. Jesus, praise God, hallelujah. നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ചില പദ്ധതികളുണ്ട്, പ്ലാനുകളുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. Glory to God. എന്നാൽ ഇന്ന് പകൽക്കാലം, രാത്രികാലം, ഇവിടെ ഇപ്പോഴും വെട്ടം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പകൽ എന്ന് പറയുന്നത്, ക്ഷമിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 9 മണി വരെ ഇവിടെ വെട്ടമുണ്ട്. സോ നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളിൽ പോയി വെള്ളം ഒഴിക്കാം. ആമേൻ. ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, പകലെന്ന് പറയുന്നത് ക്ഷമിക്കണം. എന്നാൽ ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മുടേതായിരിക്കുന്ന ചില ചിന്താഗതികൾ നമുക്കുണ്ട്. അതനുസരിച്ച് പോകാതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ ചില കാര്യങ്ങളിൽ ബുദ്ധി മോശമായിരിക്കുന്ന, അൺവൈസ് ആയിരിക്കുന്ന, ഫൂളിഷ് ആയിരിക്കുന്ന ചില ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും will sometimes arise through our life, and sometimes we even reason with God. ദൈവത്തെ നാം പലപ്പോഴും ചിലപ്പോഴൊക്കെ നമ്മൾ ചോദ്യം ചെയ്യുന്ന ചില വിഷയങ്ങൾ ഉണ്ടായേക്കാം. പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ. അമസ്യ എന്ന് പറയുന്ന ഒരു രാജാവ് പഴയ നിയമത്തിൽ ഉണ്ട്. There was a king in the Old Testament. His name is Amaziah. Praise God. Amaziah, praise God, amen, hallelujah. He was a king that did, Second Chronicles. ആ ഭാഗം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. Second Chronicles chapter number 25. Praise God, amen, hallelujah. രസകരമായിരിക്കുന്ന ഒരു വിഷയമാണ്. ഇദ്ദേഹത്തിന്റെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ. Glory to God. Amaziah എന്ന് പറയുന്ന രാജാവ്, he began to reign, chapter number 25, verse number 1. It says Amaziah was 25 years when he began to reign, and reigned 29 years in Jerusalem. And look what he says. The word of God says, he did that which was right in the sight of God, but not with a perfect heart. Praise God, amen, hallelujah. അവൻ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു, എന്നാൽ എന്തിലായിരുന്നു? അത് പൂർണ്ണ ഹൃദയത്തോടല്ലായിരുന്നു, ഏകാഗ്രതയോടല്ലായിരുന്നു. Means he had a mixed emotion. Praise God. He came to his own conclusions. Amen, hallelujah. പഴയ നിയമം പഠിക്കുമ്പോൾ എല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതൊരു വിഷയത്തിലും, പ്രത്യേകിച്ച് രാജാക്കന്മാരെ സംബന്ധിച്ച്, if they had to confront a war, they always inquired about to God and then asked God for counsel. And the prophetic word came if they had to go for the battle or fight the battle. That's how all the godly kings, ruled during their time. Praise God, amen. But here we see Amaziah, praise God, amen, was a king in Judah. By this time, the kingdom of Israel was divided into two, the north and the south. Praise God, amen. In the north was called Israel, the south was called the Judah. Praise God, amen, hallelujah. So what Amaziah did was, praise God, amen, he gathered Judah together and made captains over thousands and captains over hundreds, according to the houses of the father. Okay, that's okay.
he gathered all the people in Judah. Now see what happened. He hired 100,000 mighty men of valor out of Israel for 100 talents of silver. I mean, 100 ഷെക്കേൽ കൊടുത്ത് 100 താലന്ത് കൊടുത്ത് എന്ത് ചെയ്തു? ഇസ്രായേലിൽ നിന്ന് 100,000 സോൾജേഴ്സിനെ അവന് കൂലിക്ക് മേടിച്ചു. Praise God, amen, hallelujah. Now, glory to God. This is what the word of God came in verse number 7. There came a man of God to him saying, O king, let not the army of Israel go with thee. Praise God, amen, hallelujah. ഇസ്രായേലിലെ സൈന്യം നിന്റെ കൂടെ പോകല്, കൂലിക്കെടുത്ത ഈ പട്ടാളം നിന്റെ കൂടെ, കൂലിപ്പട്ടാളം നിന്റെ കൂടെ പോകല്ലെന്ന എന്ന് പറഞ്ഞാൽ, നിന്റെ ഉള്ളിലെ ആശങ്ക കൊണ്ടോ അല്ലെങ്കിൽ നിന്റെ പണത്തിൻ്റെതായിരിക്കുന്ന ആ സ്വാധീനം കൊണ്ടോ നീ യുദ്ധം ജയിക്കാം എന്ന് വിചാരിച്ച് നീ പട്ടാളത്തെ ജനത്തെ നീ കൂലിക്ക് മേടിച്ച് നീ യുദ്ധത്തിന് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, amen, God is telling, if that's your desire, you want to hire the people from Israel, and think about it, children of God, ഇസ്രായേലിനെ അവിടുത്തെ പട്ടാളത്തെ യുദ്ധത്തിന് വിളിച്ച് ആർക്ക് നേരെ യുദ്ധത്തിന് പോകുന്നതെന്നുള്ളോട് ചിന്തിക്കണം. Amen. Glory to God. There are two kingdoms. So there might be a possibility that they're going to war against their own brethren. Praise God. And God is telling, you should not do that. Praise God. Amen. Be strong for the battle. Amen. But if thou wilt go do it, be strong for the battle, God shall make thee fall before thine enemies, for God has power. See that? God has power to help and to cast down. Amen, hallelujah. വീഴിപ്പാനും പിന്നെ സഹായിപ്പാനും ദൈവത്തിന് ശക്തിയുണ്ട്. സ്വത്രം. Praise the Lord. എന്നാൽ അവിടെ അമസ്യാ രാജാവിന്റെ ഒരു മാനുഷിക നിലപാടാണ് അടുത്ത വാക്യം വായിക്കുമ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. I thought this is the weirdest answer in the whole Bible. When God is saying, man, you don't need this 100,000 soldiers. You don't need to hire people. I am able. I have the strength. I have the might. I have the power. All you need to do is trust in me. Praise God. You can win the war. But if you want to go in your own strength, if you want to go use your own resources, amen, God is telling you are going to fail. You're going to fall in the hands of enemy. Praise the Lord. അത്രയും പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തന്നെ വരുന്നു? സാഷ്ടാംഗം വീണ ദൈവമേ സ്തോത്രം, കർത്താവേ മതി, നീ മാത്രം മതി, യേശു മാത്രം മതി. പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ. യഹോശഫാത്ത് പാടിയതുപോലെ യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്ന് പറഞ്ഞ് പാട്ടുകാരെ നിയമിച്ച്, പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ, സംഗീതക്കാരെ നിയമിച്ച്, he would have ordained the people to sing song and worship God. That should have been a celebration, but rather, hallelujah, പകരം എന്താ ചെയ്തെന്ന് നോക്കി. അമസ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ. Glory to God. Amasiah separated them to it and said, go home. Amasiah strengthened himself. Praise God, amen, hallelujah. ഇതെല്ലാം ചെയ്തിട്ട് പറയുകയാണ്. Glory to God. Amen. Hallelujah. Amen. Thank you, Jesus. ആ ഭാഗം ഒന്ന് ശ്രദ്ധയിരുത്തി വായിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ആമേൻ, അമസ്യാവ് പറയുന്നത്, Glory to God. വാക്യം, it's just I lost that word very quickly. Let me go to that word very quickly. Praise God, amen, hallelujah. 20th വാക്യം. Praise. And Amasiah would not hear, for it came of God that he might deliver them unto the hand of their enemies, because they sought after the gods of Edom. Praise God, amen, hallelujah. എല്ലാവരും പ്രാർത്ഥനയോടിരുന്നാൽ മതി. എല്ലാവരും പ്രാർത്ഥനയോടിരുന്നാട്ട്. Praise God, amen, hallelujah. അവിടെ അമസ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. Praise God, amen, hallelujah. But listen, I already, praise God, amen, hallelujah, gave this much money to these people. What am I going to do with that money? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? What am I going to do? Praise God, amen. Verse number 9, 9th വാക്യം ഒന്ന് വായിക്കുമ്പോൾ,
ഇങ്ങനെ നാം വായിക്കുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. 9 വായിക്കുന്നു. വായിച്ചേട്ട്. Amaziah said to the man of God, but what shall we do for the 100 talents which I gave to the army of Israel? Praise God. Amen. Hallelujah. ഞാൻ എല്ലാവർക്കും എന്ത് ചെയ്തു? 100 താലന്ത് വെച്ച് എല്ലാവർക്കും കൊടുത്തു. I have given to the army of Israel. ഞാൻ എല്ലാവർക്കും പൈസ കൊടുത്തത് ഇപ്പോൾ എന്ത് ചെയ്തു? അപ്പൊ അമസ്യാവിന് ചുരുക്കം പറഞ്ഞാൽ യുദ്ധം ജയിക്കുന്നതല്ലായിരുന്നു വിഷയം. For him to win the battle was not the most important thing. Praise God. അവന്റെ വിഷയം എന്തായിരുന്നു? അവന്റെ പേര് ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. His name should be known, that he should be known as a mighty man. ഇന്ന് രാത്രികാലം ഞാൻ ദൈവമക്കളോട് പറയട്ടെ. Praise God. Amen. Hallelujah. Sometimes we make unwise decisions. Praise God. It doesn't mean, praise God, I mean, God is not able. ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ വില കുറയ്ക്കുവാനായിട്ട് പാടില്ല. ഇന്ന് പകൽക്കാലം God is powerful. ദൈവത്തിന് ഇന്നും ശക്തിയുണ്ട്. ഒരു ഭാഗം കൂടി ഞാൻ ഇന്ന് രാത്രികാലം നമുക്ക് ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. Coming to the gospel according to Mark. Praise God. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 9 അധ്യായത്തിലേക്ക് നമ്മുടെ ചിന്ത നമുക്ക് തിരിക്കാം. Mark chapter number 9. Praise God. In this passage we see, before this passage, Jesus went to the mountain of transfiguration. മറുരൂപ മലയിലേക്ക് യേശു തൻ്റെ 3 ശിഷ്യന്മാരുമായിട്ട് കടന്നു പോന്നു. അവിടെ കർത്താവിൻ്റെ ത്വക്ക് പ്രകാശിക്കുന്നു. He was transformed on that mountain. Praise God. And then we see Peter, James and John. They say, let us build 3 tents over here and tabernacle here and let us abide here. It's all good. But in the valley, what is happening is, praise God, man, and there was a father who brought his son who was possessed with a devil, a demon. In some of the other gospels, it says he was lunatic. And in this text, it says he was which had a dumb spirit, which means a spirit that doesn't speak. So his son was now captured or by a demonic spirit. Now, I want to tell the church this evening, I want to remind the church one thing. When people don't find Jesus, I mean, യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച പിതാവിൻ്റെ അടുത്ത് ഈ മകനുമായിട്ട് യേശുവിൻ്റെ അടുത്ത് ഈ മകനുമായിട്ട് പിതാവ് കടന്നു വരുന്നത്. യേശുവിനെ കാണാതിരുന്നപ്പോൾ then the next, praise God, I mean, hallelujah, group of people that they see is the disciples. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പ്രൈസ് ഗോഡ്. ആമേൻ. യേശുവിനെ അറിയാത്തവർ കാണുന്നത് പിന്നെ നമ്മളെ ചുരുക്കം പറഞ്ഞ. ഹല്ലേലൂയ. In short, when people cannot see Jesus, glory to God, hallelujah, പിന്നെ കാണുന്നത് ആരെയാ? ക്രിസ്ത്യാനി എന്ന് പറയുന്ന, ക്രിസ്തുവിന്റെ അനുയായി എന്ന് പറയുന്ന, ക്രിസ്തുവിനെ പിൻപറ്റുന്നു എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ മക്കൾ എന്ന് പറയുന്ന, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന നമ്മളെയാണ് ലോകം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് തന്നെ ദൈവസഭയ്ക്ക് ഒരു വലിയ നിയോഗം ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മൾ മറന്നുപോകല്ല. ഞാൻ ഇതെല്ലാം പറയുമ്പോൾ അനേക കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കൂടി ഇങ്ങനെ ഓടിപ്പോകുകയാണ്. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ എന്ത് ചെയ്യത്തില്ല, അതിനെ കീഴ്പ്പെടുത്തത്തില്ല. I am going to build my church. The gates of hell will not prevail against it. Praise God. Then Jesus said, all power is given unto me in heaven and in earth. Therefore go ye, make disciples. Praise God. സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ശിഷ്യരാക്കിക്കൊള്ളുവീൻ. Praise God. Make disciples, teaching them
all the truth, praise God. I mean, അപ്പോൾ ലോകത്തിന് സത്യം വെളിപ്പെടുത്തുവാൻ, to reveal the truth, the knowledge of Christ to the world, God has called us as his people, his church. ഇന്ന് രാത്രികാലം ദൈവസഭ ഈ ദൂതിന്റെ വെളിച്ചത്തിന് മുൻപിൽ, പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ, നമ്മളെ തന്നെ ഇന്ന് ശോധന ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. പ്രൈസ് ഗോഡ്. ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന നാം, we are the light of the world, we are the salt of the world, പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് നമ്മളിൽ ദൈവം ആക്കി വെച്ച്, പ്രൈസ് ഗോഡ്, നാം ചിന്തിക്കുന്നതിലും വിചാരിക്കുന്നതിനേക്കാൾ ഉപരിയായി അത്യന്തപരമായി നമുക്ക് ചെയ്യുവാൻ കഴിവുണ്ടെന്ന്, ആമേൻ, ഹല്ലേലൂയ, ദൈവം പ്രഖ്യാപിക്കുമ്പോൾ, when he is proclaiming that the church has the power, glory to God, ഇന്ന് നമുക്ക് വാസ്തവമായിട്ട്, പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ, പവർ ഉണ്ടോ എന്നുള്ളത് മാത്രം സ്വയം ശോധന ചെയ്താൽ മതി. ആരെയും നമ്മൾ വിധിക്കേണ്ട, പ്രൈസ് ഗോഡ്. We don't have to judge anybody. എന്നിൽ ദൈവം ആഗ്രഹിക്കുന്ന ദൈവകൃപ വ്യാപരിക്കുന്നുണ്ടോ, ദൈവശക്തി വ്യാപരിക്കുന്നുണ്ടോ? പലപ്പോഴും sometimes we say we are weak. Now let me say, weakness doesn't mean, it's not a negative thing in the sight of God. ബലഹീനത എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല. ഹല്ലേലൂയ. ബലഹീനരാകുമ്പോൾ ദൈവം പറയുന്നത് the power of God is upon us. When we are weak, he is strong. Praise God. നാം ശക്തിയില്ലാതെ പോകുമ്പോൾ അവൻ ശക്തനായിട്ട് ഇരിക്കുന്നു. See, when you feel that you don't have the power, amen, hallelujah, you try to go back into your own self and try to produce that power somehow. നമ്മൾ ആ ശക്തി നമ്മൾ വരുവാൻ നമ്മൾ എങ്ങനെയോ അതിനുവേണ്ടി എന്തോ നമ്മൾ പ്രവർത്തിക്കുന്നത് പോലെ ഒരു 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 യുനോ മെക്കാനിക്കലായിട്ട് മാറുന്ന ഒരു വിഷയം ചിലപ്പോഴൊക്കെ നമുക്കുണ്ട്. ചിലപ്പോൾ നമ്മൾ എല്ലാവരും കരം അടിച്ച് സ്വോത്രം പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്കും ആരാധിക്കാം എന്നുള്ളൊരു, ആരാധിക്കേണ്ടെന്നല്ല പ്രൈസ് ഞാൻ പറയുന്നത്, എന്നാൽ വ്യക്തിപരമായിട്ട് ഇൻ എ പേഴ്സണൽ വേ, one-on-one with God, praise God, ആമേൻ, ഹല്ലേലൂയ, നമ്മളിൽ എപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കണം. The Spirit of God should be speaking to us. If the Spirit of God is not ministering to us, is not speaking to us, praise God, amen, we should ask God, hallelujah, God, I need your power, I need you to speak to me. And God tells you why. He will give you the answer. Jesus gives you the answer in the following passage. Why? Where we can receive the strength from, where we can receive this power from. ഈ ശക്തി എവിടുന്നാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് ഈ തിരുവചനത്തിൽ തന്നെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇന്ന് പകൽക്കാലം ശിഷ്യന്മാരെ ആകെ കൂടെ, let's just put all the disciples in the place of the church as we know now, and stand in their shoes. Praise God, amen. Now Jesus is just a little further away. He's being transfigured. They are having heavenly visions. Great things are being spoken. Praise God, amen. But when there's a dire need for them to respond to a need of that time, praise God, amen, hallelujah, they failed. Praise God, amen, hallelujah. നമുക്കെല്ലാം ഉണ്ട്, പക്ഷെങ്കിൽ പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ, നമ്മളിൽ കൂടെ ഒരു പ്രവൃത്തി വെളിപ്പെടേണ്ട സമയത്ത് ഒരു വ്യക്തി നമ്മളോട് പ്രാർത്ഥിക്കാനായിട്ട് ഒരു വിഷയം പറഞ്ഞ് കടന്നു വരുമ്പോൾ നമുക്ക് പ്രാഗൽഭ്യമില്ലാത്തതുപോലെ, like you don't have the conviction to pray, you don't have the strength to pray, amen. I'm not talking about ഇപ്പം പേര് പറഞ്ഞ ആർക്കും വേണമെങ്കിലും പ്രാർത്ഥിക്കാം. anybody will pray, everybody will pray, I know that, praise God, amen, hallelujah. Anybody can pray. I'm not talking about just putting in words. വാക്കുകളല്ല ഞാൻ പറയുന്നത്, അന്തരാത്മാവിൽ നിന്ന് എന്ന് പകൽക്കാലം glory to God. വാസ്തവമായിട്ട് ഒരു വിഷയം കേട്ടാൽ ആ വിഷയത്തിന് വേണ്ടി ഞാൻ ജാഗരിച്ചാൽ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, when I intercede for that particular person, for a particular need, I know that God will answer my prayer.
അങ്ങനെ ധൈര്യമുള്ള എത്ര പേര് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുണ്ട്? ഇന്ന് സന്ധ്യാസമയത്ത് എത്ര പേര് എന്നെ കേൾക്കുന്നുണ്ട്? അങ്ങനെ പ്രാഗൽഭ്യം ധൈര്യമുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, എന്തും കൊണ്ട് ലഭിക്കുന്നില്ല? യാക്കോബ് 5 പറയുന്ന യു ആസ്ക് ആൻഡ് മിസ്. നമ്മള് വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മൾ തീരുന്ന ഒരു സന്ദർഭമുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം, this evening, I'm sorry, God wants to restore that. God wants to revive us. God wants to regenerate or do his mighty work in and through you and me. Praise God. Amen. You are his workmanship. You are the person that God has chosen and anointed. Amen. Hallelujah. To do the work of God. Hallelujah. ഇന്ന് ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ള ആ ബോധ്യം നമ്മളെ ഭരിച്ചു കഴിഞ്ഞാൽ, ആമേൻ ഹല്ലേലൂയ, we will be a different person. Praise God. നമ്മൾ വ്യത്യസ്തമായിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും. പ്രൈസ് ഗോഡ്. ആമേൻ ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥന നിങ്ങൾ വായിക്കണം. 3:14 മുതൽ വായിക്കുമ്പോൾ, നിങ്ങളുടെ അകമയുള്ള മനുഷ്യൻ എന്ത് ചെയ്യണം? ബലത്തോടെ ശക്തിപ്പെടണം. That your inner man might be strengthened. Praise God. Amen. Hallelujah. And then അവസാനം പറയുമ്പോൾ, 19 വാക്യത്തിൽ പറയുമ്പോൾ, that you will come to the fullness of him. അവനിലുള്ള പൂർണ്ണത. ഇന്ന് പകൽക്കാലം the height, the width, the depth of his love, and we'll be able to comprehend the love of God with all the saints. വിശുദ്ധന്മാരുമായിട്ടല്ല. പ്രൈസ് ഗോഡ്. ആമേൻ ഹല്ലേലൂയ. നീളം വീതി ഉയരം എല്ലാം നമുക്ക് അതിന്റെ ആഴം നമ്മൾ തിരിച്ചറിയണം. ഇതെല്ലാം നമുക്കറിയണം. ശക്തി നമുക്ക് വേണം. എന്നാൽ ഇവിടെ പറയുന്നത് പോലെ ആ പിതാവിനൊരു ഒരു പ്രത്യേക വിഷയം വന്നത് ആരുടെ അടുത്ത്? ശിഷ്യന്മാരുടെ അടുത്ത്. ബട്ട് വാട്ട് ദ ഡിസൈപ്പിൾസ് were not able to do, അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചില്ല? ആ ഭൂതത്തെ ശാസിക്കുവാനായിട്ട് അവർക്ക് കഴിയാതെ പോയി. ഇനി കഴിയാതെ പോയത്, പ്രൈസ് ഗോഡ്, ആമേൻ ഹല്ലേലൂയ, നമുക്കൊരു ലെസൺ കൂടെയാണ്. ആ നിലയിൽ നമ്മൾ അതിനെ പഠിച്ചാൽ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ദാറ്റ്സ് എ ലെസൺ ഫോർ us. പ്രൈസ് ഗോഡ്, ആമേൻ ഹല്ലേലൂയ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, ഇതിനു മുൻപ് ലൂക്കോസ് 10 നമ്മൾ പഠിക്കുമ്പോൾ, Gospel of Luke chapter 10, he sent them to city by city, village by village, 2 by 2, to go and preach the gospel. So they came back with a report and said, even demons are subject to us. Amen. പിശാച് പോലും ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? കീഴ്പ്പെടുന്നു എന്ന്. അപ്പോൾ പിശാചിനെ ഇവരെ ഓടിച്ചിട്ടുണ്ടെന്നുള്ളത് ഇവരുടെ ജീവിതത്തിന്റെ ഒരു അനുഭവമാണ്. ദൈവം അവർക്ക് അധികാരം കൊടുത്തതാണ്. എന്നാൽ ഒരു പ്രത്യേക വിഷയം ദൈവസഭയെ ഓർപ്പിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ഗോഡ്, ആമേൻ ഹല്ലേലൂയ. ഇവിടെ ഇതാ ഈ ബാലന്, പ്രൈസ് ഗോഡ്, ആമേൻ ഹല്ലേലൂയ, സൗഖ്യം ലഭിക്കാതിരിക്കുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അതിന്റെ മുഖ്യമായിരിക്കുന്ന വിഷയത്തിലേക്കൊന്ന് ഞാൻ ഓടി വന്നിട്ട്, പ്രൈസ് ഗോഡ്, ആമേൻ, I believe my time is running very fast. Praise God. I might have another 5 or 6 minutes, but let's just go through that word. Praise God. Amen. Hallelujah. നമുക്കൊന്ന് ആ ഭാഗങ്ങൾ, I'll just read that for you. സമയത്തിന്റെ ചുരുക്കം കൊണ്ട്, praise God. Amen. One of the multitude answered, Master, I have brought unto thee my son, which has a dumb spirit. Verse number 18. More and wheresoever he taketh him, he teareth him, he foameth, he gnasheth with his teeth, and pinneth away. And I spake to thy disciples that they should cast him out, and they could not. Simple as that. Let's leave it there. He answered and sent unto them, O faithless generation. അവിശ്വാസമുള്ള തലമുറയെ. Praise God. ലൂക്കോസ് 18 പഠിക്കുമ്പോൾ, praise God, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? When the Son of Man returns, will there be faith on the earth? എന്ന് കർത്താവ് പറയുന്നു. So there is a generation. If there was a faithless generation during the time of Jesus Christ, how much more, amen, it has increased in this last days. Praise God. ഈ അന്ത്യകാലത്ത്, praise God, അനേകരുടെ വിശ്വാസം തണുത്തുകൊണ്ടിരിക്കുക. Many are getting cold. The love is getting cold. The faith is getting cold. Amen. Hallelujah. തണുത്തുകൊണ്ടിരിക്കുന്ന ആ വിശ്വാസികള്,
ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന് റെവലേഷനിൽ വായിക്കുന്ന പോലെ. സോ അവിശ്വാസമുള്ള ഒരു തലമുറയുടെ നടുവിൽ, വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിൽ, I don't have the time. ഫിലിപ്പിയ ലേഖനം 2 നമ്മൾ വായിക്കുന്ന. So what I'm trying to emphasize here is Jesus is giving us a wider picture. Praise God, amen, hallelujah. You are placed in a generation that has no faith. Praise God, amen. But in the midst of a faithless generation, God is asking, where is your faith? നമ്മുടെ വിശ്വാസം എവിടെയാ? Praise God. എന്ന് പറഞ്ഞാൽ, glory to God, amen. Some people think, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പഠനമുണ്ട്, you have to have faith in yourself. നിന്നിൽ തന്നെ ആദ്യം നിനക്ക് എന്താ വേണം? വിശ്വാസം വേണം. You have to have trust in you. You have to have boldness. You have to have the courage. You have to have faith in you. Praise God. I mean, നിനക്ക് തന്നെ വിശ്വാസമില്ല, നീ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നൊക്കെ എല്ലാവരും തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം. എന്നാൽ ഇന്ന് പോയക്കാലം, glory to God, that's not the faith that I'm talking. You and I have to understand the object of faith is God. Hallelujah. വിശ്വാസത്തിന്റെ ആധാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, hallelujah, അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവമാണ്. മർക്കോസ് 11 നമ്മൾ വായിക്കുന്നുണ്ട്. അത്തിവൃക്ഷം ഉണങ്ങിപ്പോയപ്പോൾ കർത്താവിനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. 11 verse number 22, Mark 11 verse number 22, praise God. Have faith in God. Simple. Praise God. The faith that is in God is what will move the mountains. Hallelujah. The faith in God is what is going to answer your prayers. Glory to God. നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി. ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, praise God, if you feel that you have been praying hard, amen, you've been praying with all your might and strength and all your voice, praise God, and still God is not answering my prayer. Why? Glory to God. ഇന്ന് പകൽക്കാലം ഇത്രയും ഉള്ളൂ. Praise God. Trust in the Lord and you will not be ashamed. Praise God. ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണം. Put your trust in God. Hallelujah. Amen. Here Jesus is telling, you're leaving one in a faithless generation. Secondly, he's telling, praise God, amen, hallelujah, demonic world in the mail, namakku adhikaram. If you need the power over the demonic, praise God, amen, hallelujah, kartha parayunna machoru karyamundu. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ, praise God, somebody put fasting and prayer. Fasting and prayer. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി എന്ത് ചെയ്യുന്നില്ല. Hallelujah. Without fasting and prayer. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ, praise God, amen, hallelujah, പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കണമെങ്കിൽ, hallelujah, if the demonic world will have to flee. If we need dominion over the demonic world, the powers of the darkness that is ruling in this world, the powers of the enemy that is in this world. Paulus Ephesians 6:10 പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. Be strong in the power and the might of God. Hallelujah. ഞാൻ പറയുന്നത് ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, God has made his power available for you and I. നമുക്ക് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ശക്തി നൽകിയിട്ടുണ്ട്. Praise God. ഇന്ന് രാത്രികാലം നമുക്ക് ഒറ്റ കാര്യം ചെയ്താൽ മതി. Praise God, amen, hallelujah. Let's not make excuses. Let's not put ourselves first. Praise God, amen, hallelujah. And foremost, ദൈവത്തെ നാം മുന്നിൽ നിർത്തിക്കൊണ്ട്, ദൈവത്തിന്റെ വിഷയം മുന്നിൽ നിർത്തിക്കൊണ്ട്, praise God, amen, hallelujah, ഇന്ന് പകൽക്കാലം ഏതൊരു വിഷയത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, കർത്താവ് in John chapter number 14, praise God, Jesus made this profound statement, very powerful statement. I don't know how many of us can believe that, or how many of us will even believe that phrase. കർത്താവ് പറഞ്ഞു, those who believe in me, amen, hallelujah, verse number, praise God, amen, hallelujah, thank you Jesus, verse number 12, യോഹന്നാൻ 14:12, verily verily I say unto you, he that believeth on me, praise God, amen, the works that I do shall, amen, മേന്നല്ല പറഞ്ഞത്, ചെയ്തേക്കാം എന്നല്ല പറഞ്ഞത്, വസ്തുനിഷ്ഠമായിട്ട് കർത്താവ് പറയുകയാണ്. Very clearly, very emphatically he is telling,
Praise God. Amen. Hallelujah. They shall do greater works than these shall he do, because I go to my Father. ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ പോകുന്നതുകൊണ്ട്, glory to God, ഞാൻ ചെയ്തതിനെക്കാട്ടിലും വലിയ പ്രവൃത്തി അവർക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. പ്രൈസ് ഗോഡ്. ഒരു വാക്യം കൊണ്ട് ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്താൻ വേണ്ടി പ്രൈസ് ഗോഡ് ആമേൻ ഞാൻ വായിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ, when he wrote the epistle, praise God, amen, hallelujah, chapter number 4, praise God, amen, hallelujah, amen, glory to God, hallelujah, verse number, praise God, hallelujah. ഇതെല്ലാം വായിക്കേണ്ടതാണെങ്കിലും പ്രൈസ് ഗോഡ് ആമേൻ 4-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, you are of God. Praise God. 1 യോഹന്നാൻ 4:4. First John chapter, epistle of John, 1 John chapter 4 verse number 4. I mean, you are of God, little children. You have overcome them. Them എന്ന് പറഞ്ഞാൽ the flesh that is in the world. Praise God. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. Verse number 3. Every spirit that confesses not Jesus Christ is come in the flesh is not of God. That is of the spirit of Antichrist, whom you have heard that it should come, and even now already it is in the world. അപ്പോൾ ലോകത്തിൽ വ്യാപരിക്കുന്ന ഒരു എതിർ ക്രിസ്തുവിന്റെ വ്യാപാരം യോഹന്നാന്റെ കാലത്തല്ല, ഇന്നും വളരെ ശക്തമായിട്ട് പ്രൈസ് ഗോഡ് ആമേൻ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. എന്നാൽ ദൈവം പറയുന്നത്, God says, you are of God. നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്. പിന്നെ ആരാണ്? You have overcome them. നമ്മൾ പിശാചിന് കീഴ്പ്പെടുകയില്ല, പിശാച് നമുക്ക് കീഴ്പ്പെടും. മർക്കോസ് 16. Hallelujah. I give you the power to tread over serpents and lions. Praise God. Hallelujah. Glory to God. സിംഹത്തിന്മേൽ അണ്ണിന്മേൽ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. Hallelujah. ഇന്ന് രാത്രികാലം glory to God. അധികാരം ദൈവത്തിൻ്റെതാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം അത് നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കും. He wants to empower you, children of God, and he's telling you, praise God, amen, because greater is he that is in you than he that is in the world. Praise the Lord. Hallelujah. കരമടിച്ചേ, glory to God. അല്ലെ, കരമടിച്ചൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ഒന്ന് ദൈവത്തെ സ്തുതിച്ച്, praise God, amen. ഞാൻ ആരാണ്? ഞാൻ ആരാണ്? ഞാൻ ആരാണ്? I am of God, born of his spirit, washed by his blood, ready to receive that inheritance. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ വായിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കുക. Word to God, that he is able to make our wild bodies into the image of Jesus Christ. ഒരു ദിവസം അന്ന് നാം കർത്താവിനെ മുഖാമുഖമായിട്ട് കാണും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. റോമാലേഖനം 8 നമ്മൾ വായിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല. Those who do not have the spirit of Christ does not belong to him. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, ആരെങ്കിലും ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ശക്തിയില്ല, if you believe there is no power, I tell you there is no power in you. Praise God. നിനക്ക് നിന്റെ വിദ്യാഭ്യാസം നിനക്ക് ശക്തിയില്ല, നിന്റെ ജ്ഞാനത്തിൽ നിനക്ക് ശക്തിയില്ല, നിന്റെ അറിവിൽ നിനക്ക് ശക്തിയില്ല, നിന്റെ പണത്തിൽ നിനക്ക് ശക്തിയില്ല, നിന്റെ സ്വാധീനത്തിൽ നിനക്ക് ശക്തി. There is no power in your influence, praise God, but there is power in the name of Jesus. Glory to God. Hallelujah. ശിഷ്യന്മാരെ സുവിശേഷം പറഞ്ഞപ്പോൾ, praise God, amen, hallelujah, മുടന്തനായിരിക്കുന്ന വ്യക്തിയെ എഴുന്നേൽപ്പിച്ച് നടത്തി. They, amen, made the lame man to walk. Praise God, amen. അവരെ യേശുവിന്റെ ശിഷ്യന്മാരെ പിടിച്ച് തള്ളി ഉപദ്രവിച്ചിട്ട് ചോദിച്ചു, with what name you do this, with what power, with what authority, നീ ഏത് അധികാരത്തോടെ ചെയ്യുന്നത്? Praise God. ഒരു പറയുന്നത്, praise God, amen, hallelujah, glory to God, there is only one name under heaven, hallelujah, on earth, praise God, amen, that is the name of Jesus Christ. Amen, hallelujah. സ്വർഗ്ഗത്തിലും ആമേൻ ആകാശത്തിന്റെ മേൽ കീഴെ, praise God, ഭൂമിക്ക് മീതെ, hallelujah, ഒരേ നാമമുള്ളത് യേശുവിന്റെ നാമമാണ്. അവന്റെ നാമത്തിൽ സകല മുഴങ്കാലുകളും മടങ്ങും
ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമം സകല നാമത്തെക്കാളും മേലായ നാമം, യേശുവിന്റെ നാമം. ഒരു നിമിഷം എല്ലാവരും കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി. നിങ്ങൾ ഇരിക്കുന്ന വീടുകളിൽ ഭയത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ, you might be tormented with a fear, whatever fear the enemy has put in your life, might be the enemy of fear of your future, might be the fear of all the unknown, praise God. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാ പറയുന്നത്, നമ്മളിൽ വ്യാപരിക്കുന്ന അവന്റെ ആത്മാവിനാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി, exceedingly and abundantly more than what we can ask or even think. ദൈവം തന്റെ മക്കളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. But God has prepared for his people, no eye has seen, no ear has heard. Hallelujah. ഇന്ന് രാത്രികാലം, Father, in the name of Jesus, I bless your people. Father, we thank you. We receive your word this evening. I pray that your power that surpasses all the power of the enemy, in the mighty and matchless name of Jesus, whether your people are being tormented by sickness, whether your people are tormented by weakness, whether your people are being tormented by any kind of fear, there is nothing impossible with our God. For unto you, O God, belongs all the glory, the dominion and the power. And in the name of Jesus, glory to God, we pray that we will be stronger, we will be mightier, so that we will be able to do your work in these last days. We thank you, Lord, for hearing your prayers. In Jesus' name I pray. Amen and amen. Glory to God. Hallelujah.